ഇപ്പൊ ബേസിക്കലി നമ്മളൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഇവന്റെ ഒരു താളബോധമാണ് എപ്പോഴും ഈ താളം പിടിക്കുന്ന പരിപാടി. അതിലാണ് എല്ലാവരും ഇപ്പൊ MJ സാറും അത് തന്നെയാ പറഞ്ഞത് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയാണ് ആക്ച്വലി ഈ താളബോധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പറഞ്ഞില്ലേ ഓണാട്ടുകരയുടേതായ ഒരു താളബോധം കുഞ്ഞിന് കിട്ടിയെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ 52 കരകളിലും ഇല്ലാത്ത പ്രത്യേകതയാണ് നമുക്ക് ഓണാട്ടുകരയില് കുത്തിയോട്ടമുണ്ട്. കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ഒരു അനുഷ്ഠാന കലയാണ്. അതിൽ കുത്തിയോട്ടത്തിലും നമുക്ക് ഭഗവാൻ സഹായിച്ച് ഒരു അംഗം ആണ് ഞാൻ. അത് കുത്തിയോട്ട കലാക്ഷേത്രം, ചെട്ടുളങ്ങൽ കുത്തിയോട്ട കലാക്ഷേത്രം. ഒരു പ്രശസ്തനായ കുത്തിയോട്ട കലാകാരനാണ് വിജയരാവ് കുറുപ്പ് എന്ന് പറഞ്ഞത്. അപ്പം സാറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ആ വരികൾ എഴുതി അതിനെ മ്യൂസിക് ചെയ്ത് അത് പാടുന്ന ഒരു 1000-ഓളം കുത്തിയോട്ട പാട്ടുകൾ സംഗീതം ചെയ്ത് പാടിയിട്ടുണ്ട്. അപ്പം സാറിന്റെ അനുഗ്രഹവും നമ്മൾ വിചാരിക്കുന്ന സാറ് ഗുരുനാഥനാണ്. സാറിന്റെ അനുഗ്രഹം, പിന്നെ എന്നെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ച വർമ്മ സാർ എന്ന് പറഞ്ഞ ഒരു 2 വർഷം മുമ്പ് സാറ് മരിച്ചു പോയായിരുന്നു. ആ സാറിന്റെയും വിജയരാഘവ സാറിന്റെയും ഒക്കെ അനുഗ്രഹമായിരിക്കാം ആ ഒരു ഓണാട്ടുകാരുടെ താളബോധം അവന് കിട്ടി. കുത്തിയോട്ടത്തിന്റെ അകത്തും ഈ കുത്തിയോട്ട സീസണിൽ ഇവൻ കൂടുതലും കുത്തിയോട്ട പാട്ടുകൾ പാടും, വഞ്ചിപ്പാട്ടിന്റെ സീസണിൽ കൂടുതൽ വഞ്ചിപ്പാട്ടും പാടും.